ഹായ് എവരിവൺ. നമ്മുടെ വീടുകളിൽ ഉറുമ്പിൻ്റെയും ചതലിൻ്റെയും ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? എല്ലാ വീടുകളിലും ഉണ്ടാവും. അതിനു വേണ്ടി നമുക്ക് ഉറുമ്പ് പൊടിയൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിലും അതിൻ്റെ കെമിക്കലിൻ്റെ മണമൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവും, അലർജിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ തന്നെ എപ്പോഴും ഒരു കട്ട്ളയമ എപ്പോഴും ചതൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ല എഫക്റ്റീവാണെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കായാണ് കേട്ടോ. കട്ടക്കായല്ലേ, കട്ടക്കായം തന്നെ വേണേ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പൊടി ഉപയോഗിക്കാമെങ്കിലും പൊടിയിനേക്കാൾ നല്ല മണം ഉണ്ടാവുക ഇങ്ങനത്തെ കായത്തിൻ്റെ കട്ടയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു കഷ്ണം എടുക്കാം. പിന്നെ വേണ്ടത് വിനാഗിരി, പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി വേണം. അപ്പം ഞാൻ വെളുത്തുള്ളിയുടെ നീരെടുത്തു കേട്ടോ, ചതച്ചിട്ട് അത് പിഴിഞ്ഞ് നീരെടുത്തു. ഇത് നീരെടുക്കുമ്പോൾ വെള്ളം തീരെ ചേർക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു സ്വല്പം വിനാഗിരി ചേർത്തിട്ടാണ് ഇത് അരച്ച് നീരെടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കഷ്ണം കായം എടുത്തിട്ട് നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിയും. പക്ഷെ വെള്ളത്തിൻ്റെ കണ്ടന്റ് വേണ്ടാത്തതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. കുറച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു വന്നോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇത് കായത്തിൻ്റെ കഷ്ണമൊക്കെ അലിഞ്ഞ് വെള്ളത്തിനോട് ചേരും. അപ്പം അത് കലക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കായൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് മാറ്റേണ്ടത്. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നന്നായി എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവണ വിധം സ്പ്രേ ചെയ്യാമല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പം അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ചെതലിന് ഉറുമ്പിനൊക്കെ അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ചെതലുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അടിച്ചു കഴിഞ്ഞാൽ ചെതല് പോയിക്കോളും. ഇത്ര അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ കറക്റ്റ് സ്പ്രേ ആയിട്ട് അതിന് മേലേക്ക് ചെന്ന് വീണോളൂല്ലോ. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.